സംഘപരിവാറുകാർ കേരളത്തിൽ കരോളിന് എതിരാണ് എന്ന് CPM-ഉം ചില ഉടാപ്പി കൂട്ടങ്ങളുമൊക്കെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെ ഇതാ BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിൽ തന്നെ കരോളും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അടുത്ത കാലത്താണ് BJP-യുടെ ഈ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം കഴിഞ്ഞത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ തന്നെയാണ് അവരിപ്പോൾ വലിയ വിപുലമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയും ഒപ്പം കാരോളും ഒക്കെ നടത്തുന്നത്. ഇത് ശരിക്കും ഇതുവരെ സംഘപരിവാറിനെതിരെയും BJP-ക്കെതിരെയും ചില പ്രോപ്പഗണ്ടകൾ നടത്തിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും സുഡാപ്പികൾക്കും ഏറ്റ കനത്ത അടി തന്നെയാണ് എന്നത് സംശയമില്ല. കാരണം ലീഗിനൊന്നും അല്ലെങ്കിൽ SDP-ക്കൊന്നും ഇതൊന്നും സ്വപ്നം പോലും കാണാത്ത സംഗതിയാണ്. കാരണം അവരുടെ ഓഫീസിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല എന്ന കാര്യം അറിയാം. എന്തിന് CPM-ന് പോലും അത് സാധ്യമല്ല. അവിടെയാണ് രാജ്യം ഭരിക്കുന്ന BJP അവരുടെ കേരളത്തിലെ സംസ്ഥാന കാര്യാലയത്തിൽ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഈയിടെ തിരുവനന്തപുരത്ത് നിന്ന് വലിയ വിജയം നേടിയ കോർപ്പറേഷനിലെ കൗൺസിലർമാർ അടക്കമുള്ളവർ ഈ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും കോർപ്പറേഷൻ മേഖലയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് BJP-ക്ക് വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഈ BJP-യുടെ കാര്യാലയവും നിലകൊള്ളുന്നത്. അവിടെ ഇങ്ങനെയൊരു വലിയ പരിപാടി നടത്തിയത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രബുദ്ധ മലയാളികൾ അല്ലെങ്കിൽ തങ്ങൾക്കാണ് വലിയ വിവരം ബുദ്ധി എന്നൊക്കെ ധരിക്കുന്നവർക്ക് ഒരു വിചിന്തനത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതുവരെ സംഘപരിവാറിനെതിരെ പടച്ചു വച്ചിരുന്ന നെഗറ്റീവുകൾ ഓരോന്നായിട്ട് പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങും മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ ഓഫീസിൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യാലയത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് ഇതുവരെ സംഘടിപ്പിച്ചതായിട്ട് അറിയില്ല. അവിടെയാണ് BJP-ക്ക് സത്യത്തിൽ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഒരു MBA അല്ലെങ്കിൽ MLA കിട്ടിയിട്ട് വേണ്ട അവർക്ക് രാജ്യം ഭരിക്കാൻ. പക്ഷേ അപ്പോഴും ഈ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ കാണുക, ഒരുപോലെ അത് വികസനത്തിന് മുന്നോട്ട് വരണം എന്ന ലക്ഷ്യം കൊണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക തന്നെ നടക്കുന്ന അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ ഒരു സ്ഥലത്തെയും വിടുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കില്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഇവിടെയാണ് ചില പ്രാദേശിക പാർട്ടികൾക്ക് പോലും ഇതൊന്നും സാധ്യമാവാത്ത ഇടത്തേക്ക് BJP അതിന് മുൻകൈ എടുക്കുന്നു എന്നതാണ് കാണേണ്ടത്. ഇത് ഒരിക്കലും ഇങ്ങനൊരു ചടങ്ങ് CPM-ൻ്റെ ഓഫീസായ AK സെൻറ്ററിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് പോയി നമ്മൾ കണ്ടിട്ടില്ല. കേക്ക് മുറിച്ച് കഴിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പ്രഹസനം പോലെ വർഷാവർഷം നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ അതുപോലും ലീഗിൻ്റെ ഓഫീസിൽ സാധ്യമല്ല, SDP-യുടെ ഓഫീസിൽ സാധ്യമല്ല. പക്ഷേ അവരൊക്കെ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്ന BJP അത് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അഭിലാഷ് ഇങ്ങോട്ട് പോയി കാര്യം പറഞ്ഞു.
ഹലോ. ക്രിസ്മസ് സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സുരേഷ് ചേട്ടനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചോളൂ. പാർട്ടിയുടെ ബഹുമാനിയായ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ അവർകൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പൂന്തറ ശ്രീകുമാർ, ശ്രീ അഞ്ജന, ശ്രീമതി പത്മിനി തോമസ്, ശ്രീ ഷൈൻ ലാൽ, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, ലോകം മുഴുവൻ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയാണിത്. ലോകത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്ന മുഴുവൻ ജനതയ്ക്കും, പ്രത്യേകിച്ച് എല്ലാ മലയാളികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്രിസ്മസ് ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ്. നമുക്കറിയാം, സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളുടേതുമായിട്ടുള്ള ഒരു ദിനമാണ് ക്രിസ്മസ് ദിനം.
തിരുപ്പിറവി ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പിറവിയാണ്. ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന ലോകത്തിലെ മുഴുവൻ ജനതയും പ്രത്യാശയുടെ പുതിയ മേഖലകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ആഘോഷം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരാഘോഷമാണ്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ നാട്ടിലെ സകലമാന ജനതയും BJPക്ക് വോട്ട് നൽകിയതിൻ്റെ മുന്നേറ്റമാണ്. അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സഹോദരീ സഹോദരന്മാർ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും അതോടൊപ്പം തന്നെ വലിയ അംഗീകാരവുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈ നാട്ടിൽ മുഴുവൻ തന്നെ ഇന്ന് BJP എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയെ ഉയർത്തിയതിൽ ഈ രാജ്യത്തിലുള്ള ക്രിസ്തുമത വിശ്വാസികൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമത വിശ്വാസികളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ അവരോട് പ്രതിബദ്ധതയുമുള്ളതായിട്ട് ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോൾ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കാളികളായിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും ഇന്നും നാളെയുമായിട്ട് അതാത് മേഖലയിലെ ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പള്ളികൾ സന്ദർശിക്കുകയും അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നും നാളെയുമായിട്ട് മാറുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന വീടുകളിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു പുതിയ കേരളത്തിൻ്റെ, വികസിത കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് പരിപാടിയിൽ ഈ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ മറ്റന്നാൾ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആശംസകളും നേരുന്നതോടൊപ്പം രാജ്യത്താകമാനമുള്ള എല്ലാവർക്കും, ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.